നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ മാസം നമ്മൾ എല്ലാ ആളുകളും പൂരിപ്പിച്ചു കൊടുത്ത SIR ഫോമിൽ ഇപ്പോൾ നടപടിക്രമവുമായി സർക്കാർ വരികയാണ്. ഏകദേശം കേരളത്തിൽ 25,72,889 ആളുകൾ പുറത്തായിട്ടുണ്ട്. 2025 വോട്ടുള്ള ഇത്രയും ആളുകൾ പുറത്തായിട്ടുണ്ട്. ഈ പുറത്തായ ആളുകൾക്ക് ഇനി എന്തെല്ലാം കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുക? ഈ പുറത്തായവരുടെ ലിസ്റ്റിൽ നമ്മുടെ പേരോ നമ്മുടെ കുടുംബത്തിലെ ആളുകളുടെ പേരോ ഉണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? അങ്ങനെ പേരുണ്ടെങ്കിൽ അതിന് എന്തെല്ലാം നടപടികളാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടത്? അതുപോലെ തന്നെ പുതിയതായിട്ട് വോട്ട് ചേർക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ഈ SIR ഫോമിൽ ഉൾപ്പെടാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. 2025 വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്കാണ് SIR ഫോം നൽകിയിട്ടുണ്ടായിരുന്നത്. അത് നമ്മളെല്ലാ ആളുകളും അത് ഫോം ഫില്ലപ്പ് ചെയ്ത് തിരിച്ചു നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അത് തിരിച്ചു നൽകാൻ സാധിക്കാത്ത ആളുകൾ, അതുപോലെ തന്നെ അതിൽ നിന്ന് മരണപ്പെട്ടു പോയ വ്യക്തികൾ, ഒരേ സമയം 2 ബൂത്തുകളിൽ വോട്ടുള്ള ആളുകൾ എന്നിങ്ങനെ എല്ലാവരും ഒഴിവാക്കി, അതുപോലെ തന്നെ SIRൽ ഫോം കറക്റ്റായി മാതാപിതാക്കളുടെ രേഖ കൊടുക്കാൻ സാധിക്കാത്ത ആളുകൾ എന്നിവരെല്ലാം പുറത്താക്കിയപ്പോൾ ഏകദേശം 25,72,889 ആളുകളെ പുറത്താക്കിയിട്ടുണ്ട്. ഓരോ ജില്ലകളിലെയും കണക്കുകൾ സർക്കാർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ തിരുവനന്തപുരത്താണ് ഈ രേഖകൾ ഹാജരാക്കാൻ സാധിക്കാതിരുന്നത്. 23-ാം തീയതി മുതൽ പൊതുജനങ്ങൾക്ക് ഈ ഒരു രേഖ പരിശോധിക്കാൻ സാധിക്കും. അതിൽ നമ്മുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിൽ നമ്മുടെ പേരില്ല എന്നുണ്ടെങ്കിൽ ജനുവരി 22-ാം തീയതി വരെ നമുക്കതിനുള്ള അപ്പീൽ നൽകാൻ സാധിക്കും. അതിനുശേഷം ഫെബ്രുവരി 14-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ നമ്മൾ ഇതിൻ്റെ ഹിയറിംഗ് നടക്കും. നമ്മൾ കൊടുത്ത രേഖകൾ അനുസരിച്ച് നമ്മൾ ഹാജരാക്കുന്ന രേഖകളെല്ലാം കൊടുത്തതിന് ശേഷം ഫെബ്രുവരി 14-ാം തീയതി വരെ അതിൻ്റെ ഹിയറിംഗും മറ്റും നടക്കും. അതിനുശേഷം 21-ാം തീയതി മുതൽ ഫെബ്രുവരി 21-ാം തീയതി അന്തിമ വോട്ടർ പട്ടിക പുറത്തു വരും. ഏകദേശം തിരുവനന്തപുരത്ത് മാത്രം 4,36,857 ആളുകളാണ് ഇതിൽ ലിസ്റ്റിൽ നിന്നും പുറത്തായത്. നമുക്കറിയാം, SIR ഫോം നമ്മളെല്ലാ ആളുകളും ഫില്ലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പല ആളുകൾക്കും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കറക്റ്റായ സമയത്ത് രേഖ കൊടുക്കാൻ സാധിക്കാത്ത ആളുകൾ, മാതാപിതാക്കളുടെ പേര് SIR ഫോമില്ലാത്ത ആളുകൾ, മരണപ്പെട്ടു പോയ വ്യക്തികൾ, കല്യാണം കഴിഞ്ഞ് മറ്റു കുടുംബത്തിലേക്ക് പോയ ആളുകൾ, അവിടെയും വോട്ട് ഇവിടെയും വോട്ടുള്ള ആളുകൾ എന്നിങ്ങനെ പല ആളുകളും വന്ന് പല കാറ്റഗറി ആയിരുന്നു അന്ന് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ ഏകദേശം 25,000 ആളുകൾ പുറത്തായിട്ടുള്ളത്. ഏതായാലും ഈ മാസം 23-ാം തീയതി, ഡിസംബർ 23-ാം തീയതി വരുന്ന കരട് വോട്ടർ പട്ടികയിൽ എല്ലാ ആളുകളും ചെക്ക് ചെയ്യുക. നമ്മുടെ പേര് SIR ഫോമിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇല്ലാത്ത ആളുകൾക്കാണ് ഇപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. അവർ അതിന് കാരണം കാണിക്കൽ നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങളും ഹിയറിംഗിൽ നേരിട്ട് ഹാജരാകേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളും അതിലുണ്ടാകും. ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ വോട്ടർ പട്ടിക വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ലിങ്കും മറ്റ് കാര്യങ്ങളും നമ്മുടെ ഗ്രൂപ്പിൽ വിടുന്നതാണ്. അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ വിടുന്നതാണ്. അതുപോലെ തന്നെ ലിസ്റ്റിൽ പേരില്ലാത്ത ആളുകൾക്ക്, അതിൻ്റെ കരട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുമെല്ലാം നമ്മുടെ വീഡിയോസുകൾ വരുന്നതാണ്. ഇപ്പോൾ തന്നെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.